ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പെൻഡാസിൽ. പല വെറൈറ്റി പെൻഡാസ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, അതുപോലെ തന്നെ നാടൻ വെറൈറ്റികൾ. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് കുത്തി എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പിങ്കും ഡാർക്ക് വയലറ്റുമാണ് ഹൈബ്രിഡ്. ബാക്കിയൊക്കെ ഉള്ളത് എനിക്ക് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. ഒത്തിരി മൂത്തുപോയ തണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എടുക്കരുത്. പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് നല്ലത് ഇത്തിരി എളുപ്പൻ തണ്ടാണ്. പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയ തണ്ട് അപ്പോൾ തന്നെ നമ്മളതങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ പുതിയ തളിർപ്പ് വന്ന് നിറച്ച് മുട്ടുകൾ ഉണ്ടാവും. ഈ ഒരു ചെടിയിൽ നിന്ന് ഒരു 3 ലീഫ് താഴെയായിട്ട് ഒരു തലപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പനാണ്, ഇതായിരിക്കുള്ളൂ പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കുക. അപ്പോൾ ഇതേപോലെ ഈ നീളത്തിൽ വേണം നമുക്ക് 3 ലീഫ് ആ കണക്കിന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വലിയ ലീഫെല്ലാം അങ്ങ് കട്ട് ചെയ്ത് അതും കളയണം. അപ്പം ചെറുതൊക്കെ അത് നിന്നോട്ട് മുകളിലുള്ള ആ തളിർപ്പും ചെറിയത് അത് മാത്രം നിർത്തിയാൽ മതി. ബാക്കിയെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 2 കമ്പ് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കമ്പ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ തളിർപ്പൊക്കെ അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ദേ നോക്കിയേ, ഇത് ഈ ഒരു ചെടിയുടെ കണ്ടില്ലേ, പൂക്കൾ വന്ന് നീണ്ടു നിൽക്കുന്ന ആ തണ്ട് അങ്ങ് കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ താഴത്തുനിന്ന് കണ്ടോ ഇഷ്ടം പോലെ തളിർപ്പുകൾ വരുന്നുണ്ട്. അത് നിറച്ച് പിന്നീട് ഇതുപോലെ മുട്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ പൂക്കൾ വന്ന് കൊഴിഞ്ഞത് അപ്പോൾ തന്നെ നമ്മളതങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നതും തന്നെ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ചെറിയ കമ്പ് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പോട്ടിൽ സാധാരണ മണ്ണെടുക്കുക. നമ്മൾ വളങ്ങളൊന്നും ചാണകപ്പൊടിയോ അങ്ങനെയൊന്നും തന്നെ ചേർക്കണ്ട. ഇതേപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് കുത്തിവെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ആലോവേറ ജെല്ലിൽ വെച്ചിട്ട് കുത്തി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സാധാരണ ഇങ്ങനെ ചെയ്താലും പെട്ടെന്ന് തന്നെ കിളിർക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യുക. ആലോവേറ ജെല്ലുണ്ടെങ്കിൽ അതിൽ ഒന്ന് പുരട്ടി അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു ബോട്ടിൽ ഇതേപോലെ അതിൽ കുപ്പിയോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ കിളിർപ്പിച്ച ചെടി 2 എണ്ണം ഉണ്ട്, അത് കാണിച്ചു തരാം. ഒന്ന് വൈറ്റും ഒന്ന് റെഡുമാണ്. ഇതേപോലെ തൈ ചെറുതായി ഇതുപോലെ കുത്തിവെച്ച് കൊടുത്താണ് പെട്ടെന്ന് തന്നെ കിളിർപ്പ് വന്ന് ചെറിയ തൈകൾ അത് ഞാൻ നുള്ളിക്കൊടുത്ത് അതിൻ്റെ തലപ്പ് നുള്ളിക്കൊടുത്ത് നല്ല ബുഷിയാക്കി എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഏകദേശം മുട്ടൊക്കെ ആകാറായതാണ്. അപ്പോൾ ആ തലപ്പും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുതിയ കിളിർപ്പ് വന്നു. ഇനിയും നിറച്ച് പൂക്കൾ ഉണ്ടായിക്കോളും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.